മാർ യൗസേപ്പിന്റെ വിശ്വാസവും പ്രത്യാശയും. വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖീകരണവും പരിപൂർണവുമായ അർപ്പണവുമാണ്. മാർ യൗസേപ്പിന്റെ ജീവിതം ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടേതുമായ അർപ്പണമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയവുമായുള്ള വിവാഹവും വിവാഹാനന്തരമുള്ള പരിപൂർണ വിരക്തമായ ജീവിതവും അനിതര സാധാരണമായ വിശ്വാസത്തിന്റെ ലക്ഷ്യമത്രേ. യഹൂദ പാരമ്പര്യത്തിലാണ് മാർ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് വളർത്തപ്പെട്ടത്. എന്നാൽ ക്രിസ്തീയ സഭയുടെ ആരംഭം അഥവാ അതിന്റെ ഒരു പ്രതിരൂപമായിരുന്നു നസ്രത്തിലെ തിരുകുടുംബം. പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ദൈവകുമാരനെ ഗർഭം ധരിച്ച വിവരം വിശുദ്ധ യൗസേപ്പിനെ ദൈവദൂതൻ അറിയിച്ചപ്പോൾ അത് അംഗീകരിക്കുന്നത് പരിപൂർണമായ വിശ്വാസത്തിന്റെ അർപ്പണത്തിലൂടെയാണ്. പിന്നീടുള്ള മാർ യൗസേപ്പിന്റെ ജീവിത തീർത്ഥയാത്ര മുഴുവനും പരിപൂർണമായ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടേതുമത്രേ. ബത്ലഹത്തിൽ പിറന്ന ശിശു ദൈവത്തിന്റെ നിത്യവചനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പ് ദിവ്യ ശിശുവിനെ ആരാധിച്ചു. പൗരസ്ത്യ വിജ്ഞാനികൾ ദിവ്യ ശിശുവിനെ ആരാധിക്കുമ്പോഴും വിശുദ്ധ യൗസേപ്പ് വിശ്വാസപൂർണമായി യഹൂദന്മാരുടെ രാജാവിനെ തന്നെ ദർശിച്ചു. ഹെറോദസ് ദിവ്യകുമാരന്റെ ജീവൻ അപഹരിക്കുവാൻ പരിശ്രമിച്ച അവസരത്തിൽ ശത്രുകരങ്ങളിൽ നിന്ന് ബലഹീനനായ ആ കുമാരനെ രക്ഷിക്കുവാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും അചഞ്ചലനാകാതെ മുന്നേറി. ഈജിപ്തിലെ പ്രവാസകാലത്ത് അജ്ഞാതമായ സ്ഥലത്ത് വിജാതീയരുടെ മധ്യത്തിൽ ദൈവകുമാരനെ പരിരക്ഷിക്കുന്നതിലും നസ്രത്തിലേക്കുള്ള പ്രത്യാഗമനവും അവിടുത്തെ അജ്ഞാതവാസവും വിശുദ്ധ യൗസേപ്പിന്റെ ദിവ്യകുമാരനിലുള്ള വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അഗ്നിപരീക്ഷണ ഘട്ടങ്ങളായിരുന്നു. അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസപരവും പ്രത്യാശപൂർണവുമായ തീർത്ഥയാത്ര പൂർത്തീകരിച്ചു. ആധുനിക ലോകത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ പ്രകടമാകുന്ന വിരോധാഭാസം വിശ്വാസവും ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. മാർ യൗസേപ്പിനെ അനുകരിച്ച് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ വിശ്വാസ ചൈതന്യത്തോടു കൂടി ക്രൈസ്തവർ ജീവിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാവുകയുള്ളൂ. ഇന്നത്തെ ക്രൈസ്തവരിൽ പലരും നാമമാത്രേ ക്രൈസ്തവരായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും വീക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാൻ പ്രാപ്തരാവുകയുള്ളൂ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണല്ലോ.